തെരഞ്ഞെടുപ്പ് കാലത്ത് നിലമ്പൂരിലെ ഭക്ഷണ വിശേഷങ്ങൾ കൂടി കേൾക്കണ്ടേ? ഹോട്ടലുകളിൽ രാഷ്ട്രീയമൊക്കെ പറയുന്നുണ്ടോ? ചന്തക്കുന്നിലെ ഹോട്ടൽ ഉടമ ഫിറോസിന് ചിലത് പറയാനുണ്ട്. നിലമ്പൂരിൽ നമ്മുടെ ദീപക് മലയമ്മ ഫിറോസിനെ കാണാൻ പോയിരുന്നു. കണ്ടിട്ട് വരാം. നിലമ്പൂർ തെരഞ്ഞെടുപ്പൊക്കെ ആണെങ്കിലേ നല്ല ചോറ് തന്നെയുള്ള വിശപ്പുണ്ട്. അപ്പം ഒരു BA ഹോട്ടൽ എവിടെ അറിയോ? ചന്തക്കുന്ന് അവിടെ നിന്ന് പോയിട്ട് വരാം. വാ, നല്ല മീൻ അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുന്ന പറഞ്ഞു. ഓക്കെ, ചോറില്ലേ? ഓക്കെ. അപ്പോൾ നല്ല ചൂട് ചോറ് കിട്ടിയിട്ടുണ്ട്. ചന്തക്കുന്ന് അവിടെയുള്ള ബസ് സ്റ്റോപ്പിൻ്റെ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തളത്തിലേക്ക് കയറി വരുന്ന സ്ഥലത്താണ് BA എന്ന് പറയുന്ന ഒരു ഹോട്ടലുള്ളത്. ഇതിനകത്ത് എത്ര വർഷമായി കാണും? ഒരു 10-20 വർഷമായി ബാപ്പ ഈ ഫീൽഡായിട്ട് ബന്ധം. അപ്പൊ ഞാനിപ്പോ ഏറ്റെടുത്തിട്ട് 10-15 വർഷമായിട്ടുള്ളൂ. ഞാൻ കലാഫീൽഡായിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. ഇപ്പൊ ഇങ്ങനെ കലാകാരനാ? ചെറുതായിട്ടൊക്കെ, ആരോടും പറയരുത്. എന്താ പരിപാടി? എന്താ മിമിക്രിയൊക്കെ ചെയ്യും, പാട്ട് പാടും. അപ്പൊ എന്നിട്ട് ഇപ്പൊ ഈ പരിപാടി ഇതാണ്, നമ്മൾ ചില ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടി വരും, നമ്മളെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പോവാം. ഞാൻ ഇങ്ങനെ വരുന്ന വഴിക്ക് ഞാൻ കേട്ട വേറൊരു കഥയാണ്. അതായത് നിങ്ങൾ കുടുംബസമേതാണ് ഇവിടെ? അതെ, വീട്ടുകാരാണ്, വേറെ പുറമേ നിന്ന് ആരുമില്ല. പണിക്കാരായിട്ട് ഞാൻ, എന്റെ അപ്പ, എന്റെ അമ്മ, എന്റെ വൈഫ്, എന്റെ പെങ്ങന്മാര്, കംപ്ലീറ്റ് വീട്ടുകാർ മാത്രമാണ്, പുറമേ നിന്ന് ആരുമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, മീൻ തൽക്കാലം വേറെ ആരോട് കൊടുക്കാൻ പറ്റില്ല, നിങ്ങളൊന്ന് വന്നിരുന്നേ. ചെറുതായിട്ടൊക്കെ അങ്ങനെ സ്റ്റാറുകളൊക്കെ നിലമ്പൂര് നമ്മുടെ സ്റ്റാർ ഇപ്പൊ കുഞ്ഞാക്കല്ലേ. കുഞ്ഞാക്കാന്റെ അതുമേ തുടങ്ങിയത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മൂപ്പര് ഒരു പ്രതികരണം കഴിക്കുന്നത്, ഇവിടെ ഇലക്ഷൻ വന്ന സ്ഥിതിക്ക് സ്ഥാനാർത്ഥികൾ വളരെ ശക്തരാണ്, തുല്യമായ നിലപാടാണ്. ഒരു വാട്ടർ ലെവൽ എന്ന രീതിയിലാണ് സ്ഥാനാർത്ഥികളുടെ പോക്ക്. സ്വരാജ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ എൻ്റെ മകൻ ബാപ്പുട്ടി ആയിക്കോട്ടെ, PV അൻവർ ആയിക്കോട്ടെ, തുല്യ ശക്തികൾ തമ്മിലുള്ള പോരാട്ടമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേട്ടോ. അടിപൊളി. ഓക്കെ, രാഷ്ട്രീയക്കാർ വേറെ ഉണ്ടോ? ഗവൺമെൻറ് പൊതുമരാമത്ത് രംഗത്ത് ചെറുതായിട്ടൊക്കെ കച്ചവടം ഇങ്ങനെ. അതായത് ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇല്ലല്ല അങ്ങനെ ചെയ്യുന്ന, വെറുതെ നമ്മള് ഇല്ലെങ്കിൽ തന്നെ എനിക്ക് ശത്രുക്കൾ ഒരുപാടുണ്ട്, പിന്നെ അതിന്റെ കൂടെ ഇതുകൂടി ആവണ്ടല്ലോ. പക്ഷെ ഞാൻ കയറി വരുന്ന സമയത്തേ അവിടെ 2 പേരുടെയും സ്ലിപ്പൊക്കെ കണ്ടു. ഷൗക്കത്തിന്റെയും ഉണ്ട്, സ്വരാജിന്റെയും ഉണ്ട്. നമ്മള് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും ഒരേ കാഴ്ചപ്പാടിലാണ് കാണുക. നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ ഉള്ളിലാണ്, അല്ലാതെ പുറമെ നമ്മള് കാണിച്ച് അതാക്കി അങ്ങനെ ആ കാര്യമല്ല. അപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ സ്വകാര്യമായിട്ട് ചെയ്യുക, കാര്യങ്ങൾ ഒക്കെ ആരോടും ഒരു വിദ്വേഷമില്ലാത്ത രീതിയിൽ പെരുമാറും. നമ്മളൊരു കച്ചവടക്കാരനല്ല, ആ നിലക്ക് എല്ലാവരും വേണ്ടി വരും. അപ്പം ഇദ്ദേഹത്തിന്റെ പേര് ശരിക്കും ഫിറോസ് എന്നാണ് അല്ലേ? ബാബു എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മളും ബാബുക്ക് ചോറുണ്ടോ എന്ന് വെച്ചിട്ടാണ് കയറിയത്. അപ്പൊ ഇങ്ങനെയുള്ള ചില കഥകളൊക്കെ നിലമ്പൂരിന്റെ പല മേഖലകളിലും ഉണ്ട് എന്നുള്ളത് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് അറിയിക്കുക എന്ന് മാത്രമാണ്. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ നിലമ്പൂർ.